ഡിപ്രഷൻ്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് 75% എനിക്കറിയാം. അപ്പോൾ ഈ ഡിപ്രഷൻ്റെ ടാബ്ലറ്റും ഇതും കഴിച്ചിട്ട് ഉറങ്ങണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ലൈഫിനെ കുറിച്ചൊന്നും അറിയില്ല. ആരുമായിട്ട് അവരത് ഷെയർ ചെയ്യണില്ല. അവർ ഫുൾ ടൈം മൊബൈലിലാണ്. ബാക്കി ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല. നമ്മളെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈവൻ നമ്മുടെ വീട്ടിലുള്ള വാപ്പാനോടും ഉമ്മാനോടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പായും ഉമ്മായും ചിലപ്പോൾ നമ്മളെ വളർത്തിയപ്പോൾ അവർക്ക് എന്തെങ്കിലും പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടാവാം. എന്താ വെച്ചാൽ അവരുടെ ജനറേഷനിൽ അങ്ങനെയാണ്. പക്ഷെ ഈ ജനറേഷനിൽ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് ഞാൻ നോക്കണ പോലെ എൻ്റെ മക്കളിപ്പോൾ നോക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാപ്പ അങ്ങനെയാണ്, എൻ്റെ വാപ്പ എന്നോടൊന്നും മിണ്ടൂല, എൻ്റെ വാപ്പ എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടില്ല. അവർ വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ, അതെന്താ അവർ ചിന്തിക്കാത്തത്? അവർ ചിന്തിക്കണില്ല. ഇത്രയും ഈ 10, 18, 20 വയസ്സ് വരെയും ഒരു വാപ്പായും ഉമ്മായും കഷ്ടപ്പെടാണ്ടൊന്നും അവർ അത്ര ആവൂല. അവർക്ക് അതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടാവാം. നമ്മളെ വാപ്പായും ഉമ്മായില്ലേ, നമ്മൾ ക്ഷമിച്ചോളണം. അവരോട് സംസാരിക്കണം. ഒരു ദിവസം പോയി വാപ്പാൻ്റെ അടുത്ത് ഇരിക്കി. എന്നോടാ പറഞ്ഞേ, ഒരു ദിവസം നീ വാപ്പാൻ്റെ അടുത്ത് ഇരിക്കി. എല്ലാവരോടും പ്രത്യേകിച്ച് വാപ്പാൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. വാപ്പ കുറച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പുള്ളിയുടെ കണ്ണ് നിറയും, ചിലപ്പോൾ പുള്ളി ദേഷ്യപ്പെടാം. പക്ഷെ അപ്പൊ പുള്ളി വിചാരിക്കും അപ്പൊ എൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായല്ലേ എന്ന്. ചിലപ്പോൾ അപ്പോഴായിരിക്കും പുള്ളി റിയലൈസ് ചെയ്യണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ. ഇന്നത്തെ ചിന്തയാണ് നമ്മൾ കേട്ടത്. ഒരു സഹോദരി ഒരു പ്രോഗ്രാമിൽ കുട്ടികളോടും അല്ലെ, അവരങ്ങനെ ഒരു കുട്ടി പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. എവിടത്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും കറക്റ്റ് അറിയില്ല. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു വീഡിയോ കൂടിയാണ് അതല്ലേ? അതെ അതെ, വലിയൊരു മെസ്സേജാണ് അതിൽ നൽകുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രകൃതം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. നമ്മൾ എല്ലാം ചാറ്റിങ്ങിലൂടെ ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയോട് പോലും ഒന്നങ്ങോട്ട് നീങ്ങി കിടക്കുമെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നമ്മൾ മുമ്പ് ഒരു കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ ഒരു സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ അതിന് മറികടക്കാൻ നമ്മൾ അധികം ആളുകളും ഇപ്പോൾ 75% കുട്ടികൾ ഡിപ്രഷനിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡിപ്രഷനെ മറികടക്കാനുള്ള ഒന്നാമത്തെ ആയുധം എന്നുള്ളത് അത് നമ്മൾ പറയാറുണ്ട്, ഭാരം ഇറക്കി വെക്കുക എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പേരൻസിനോട് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ആ ഒരു ഭാരം ഇറക്കി വെക്കുക എന്നുള്ളത് ഇന്ന് നടക്കുന്നില്ല. അപ്പോൾ അതാണ് ഈ ഉമ്മ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ സംസാരിക്കണം എന്നുള്ളത്. അത് ഇത് കേൾക്കുന്ന എല്ലാവരും എന്താണ്, നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ ഇതൊക്കെ എത്രത്തോളം നടക്കുന്നുണ്ട്. പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് പോലും ഇപ്പോൾ പലരും പല സമയത്തായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളെ ചിന്തയാണല്ലോ ഇത്. നമ്മളൊക്കെ ഈ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇവിടെ ഇപ്പോൾ ഈ കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുപോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കൊരുപാട് പറയാനുണ്ട്. ആ പറയുന്നത് കേൾക്കാണ് ഒരു കൗൺസിലർ ശരിക്കും ചെയ്യുന്നത്. അത് കേട്ട് ഇവർക്ക് തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പരസ്പരം കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതൊരു വലിയ ഘടകമാണ്. കമ്മ്യൂണിക്കേഷൻ ഇന്നത് ഏറ്റവും കുറഞ്ഞു വരുന്നൊരു കാലം കൂടിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അധികവും മൊബൈലിലാണ്. നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന നമ്മളാണെങ്കിൽ പോലും വീട്ടിലെത്തിയപ്പോൾ എന്താണ്, കുട്ടികളോട് സംസാരിക്കാറില്ല, ഭാര്യനോട് സംസാരിക്കാറില്ല, പാരൻസിനോട് സംസാരിക്കണം ഒക്കെ വളരെ കുറഞ്ഞൊരു യാന്ത്രികതയിൽ മാത്രം പോകുന്നൊരു സാഹചര്യമാണ്. അപ്പം അവിടെ നല്ലൊരു സന്ദേശമാണ് ഈ ഒരു സഹോദരി. ഫോണൊക്കെ ഒന്ന് മാറ്റിച്ച് എല്ലാവരും വീട്ടിലുള്ള ഓരോ ആൾക്കാരായിട്ടൊന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ചെറിയ ചെറിയ ചില കളികളിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ പറഞ്ഞ ഡിപ്രഷൻ അല്ലേ, ഡിപ്രഷന് വന്നിട്ട് സൈക്കാട്രിയിൽ ഡോക്ടേഴ്സിനെ കണ്ട് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയ്ക്ക് ഒരുപാട് ആളുകൾക്കുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അപ്പം അതൊക്കെ കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ കുട്ടികളെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് മുതിർന്നവർക്കും അല്ലേ, നമ്മൾ ജോലി ചെയ്യുന്ന രംഗത്ത് അല്ലെങ്കിൽ ഒക്കെ മുതിർന്നവർ ഇതേപോലത്തെ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവർക്കും അത് റിലാക്സ് ആവാനുള്ള കുട്ടികളെ കാണുമ്പോൾ അവരായിട്ട് കളിക്കുമ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അതും
തനിയെ ചോർന്നു പോകും. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ചിന്തയിലൂടെ അല്ലേ ഈ ഒരു മാറ്റം, അതെ മാറ്റം ഇതുപോലെ തന്നെ റഹീം നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തന്നെ ഓർമ്മ വരുന്നതാണ്. സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പറയാറുള്ളത് സ്ത്രീകൾ പൊതുവെ ടോക്കറ്റീവാണ്, സംസാരപ്രിയരാണ്. ആണുങ്ങളാണെങ്കിലോ കുറവായിരിക്കും അല്ലേ. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന ഭർത്താക്കന്മാരാവട്ടെ ആൺകുട്ടികളാവട്ടെ അവർ പറഞ്ഞാണ്ട് നിൽക്കും അല്ലേ. പക്ഷെ ആ സ്ത്രീകൾ പറയണത് കേട്ട് നിന്ന് കൊടുത്താൽ തന്നെ, കുറച്ചു നേരം ഒന്ന് കേട്ട് നിന്ന് കൊടുത്താൽ തന്നെ എന്താണെന്നറിയോ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമുണ്ടെന്നുള്ളതാണ്. അവർക്കൊരു മറുപടി ഒന്നും ആവശ്യമില്ല. അവർ പറയുന്നത് കേട്ടി അതിന് തലയാട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ എന്ന് പറയുമോ അല്ലെങ്കിൽ എന്ന് പറയുമോ അല്ലെങ്കിൽ ശരിയാ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ അത് മാത്രം മതി. ഇപ്പോൾ ഒരുപാട് പറയാനുണ്ട് പല ആളുകൾക്കും. നമ്മൾ അതിനൊരു സമയം കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ്. അതെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു സമയം എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം കൂടി, ഇതിങ്ങനെ പറയുമ്പോഴാണല്ലോ നമ്മൾ ചില സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അല്ലേ. സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയം, വൈകുന്നേര സമയം, അത് ചെറിയ കുട്ടികളാവട്ടെ മുതിർന്ന കുട്ടികളാവട്ടെ, ആ വരുന്നൊരു സമയത്ത് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാർ വീട്ടിൽ കാത്തിരിക്കണവർ അല്ല. ആ കുട്ടികൾ ഓട്ടോ ഇറങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നല്ല, മറിച്ച് അവർ വരുന്ന സമയമായാൽ ആ സിറ്റ് ഔട്ടിൽ അവരെ കാത്തിരിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ KG ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ലോവർ LP ക്ലാസ്സുകൾ, ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന LP ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ കാത്തിരിക്കുകയും അപ്പോൾ അവർ ആ വരുന്ന സമയത്തുണ്ട് അവർക്ക് സ്കൂളിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ. അപ്പോൾ നമ്മൾ ഇനി മുണ്ടാന്നൊന്നും തുടങ്ങിയെന്ന് പറയാൻ ഒരിക്കലും നിൽക്കരുത് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ട്. ആ പറയുന്നത് കേൾക്കാനും തിരിച്ച് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് അവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരോട് സംസാരിക്കാനും, ചിലപ്പോൾ അവർക്ക് കിട്ടിയൊരു നേട്ടത്തിനെ കുറിച്ച് പറയാൻ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ, ചിലപ്പോൾ ചളിയൊക്കെ ഉണ്ടാവും മേത്ത്, എന്നാലും ശരി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ അതേറെ സ്വാധീനം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കും, നമ്മുടെ കുടുംബങ്ങളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്യൂസിൻ്റെ ആൻസറുകൾ, ഒരുപാട് ആൻസറുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഉത്തരം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഉത്തരം നമുക്ക് പറയാം, വിജയികളെ നമ്മൾ പിന്നീട് പറയും കേട്ടോ. ഹിജറ കലണ്ടർ കൊണ്ടുവന്നത് ഏത് സ്വഹാബിയാണ്? നമ്മൾ 3 സ്വഹാബിമാരെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഓപ്ഷൻ A ഉമർ റളിയല്ലാഹു എന്നതാണ് അദ്ദേഹമാണ് ഹിജ്റ കലണ്ടർ കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ ഉമർ റളിയല്ലാഹു അൻഹുവാണ്, അഥവാ ഓപ്ഷൻ A എന്നതാണ് നമ്മുടെ ഇന്നത്തെ കറക്റ്റ് ഉത്തരം. ഓക്കെ, ചിന്ത മാഷാ അല്ലാഹ്, ഉമ്മ പറയുന്നത് എത്രയോ ശരിയാണ് എന്ന് മൈമൂന കരുവാരുണ്ട് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇതുപോലെ നല്ല കമൻറ്റുകൾ എപ്പോഴും അവർ അയക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതും വളരെയധികം സത്യമാണ്. ഇന്നത്തെ ചിന്ത ഏറ്റവും നല്ല ആപ്റ്റ് വേർഡുകളാണ് ആ ചിന്തയിലൂടെ നമ്മൾ കേട്ടത് എന്നുള്ളതാണ്. ഒരു റംല എന്നുള്ള അവരെ അയച്ചിട്ടുള്ളത്, ഇപ്പോൾ ചെറിയ മക്കൾ പോലും ഫോൺ കൊടുത്താലേ ഫുഡ് കഴിക്കാറുള്ളൂ. അതെ, ഇതെല്ലാം പേരൻസ് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ, സഫിയാക്ക് തിരുരങ്ങാടി അയച്ച മറ്റൊരു മെസ്സേജ്, അസ്സലാമു അലൈക്കും, വളരെ നല്ല ചിന്ത തന്നെ, ചിന്തിക്കാൻ തന്നെ അതിൽ ധാരാളമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അധികം സംസാരിക്കുകയില്ല, വെറും ഫോണിൽ തന്നെയാണ്. നമ്മുടെ മക്കൾ നമ്മളെപ്പോഴും കൂട്ടുകാരായി കരുതുക, എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. നല്ലൊരു മെസ്സേജാണ് ഈ ചിന്തയിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന സഹോദരി പ്രാർത്ഥിക്കുന്നു, ആമീൻ. അതുപോലെ റഷീദ എന്നും അതേപോലത്തെ ഒരു മെസ്സേജാണ്. അൽഹംദുലില്ലാഹ്, നല്ല ചിന്ത, നല്ലൊരു ചിന്തനീയമായിരുന്നു, ഇന്ന് സമൂഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞത്. ഷുഹൈബ് കാരാടൻ അയച്ച ഇന്നത്തെ പുലരിവട്ടത്തിനുമായി ബന്ധപ്പെട്ടൊരു കമൻ്റ് ഇവിടെ ഉണ്ട്. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് മാറ്റിയെടുക്കൽ വളരെ പ്രയാസമാണ്, ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്നാണല്ലോ. പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്ന വിഷയത്തിലാണ് ഈ സുഹൃത്ത് ഷുഹൈബ് നമ്മോട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അഷ്റഫ് പാലക്കാഴി അയച്ചിട്ടുള്ളത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇന്നത്തെ തിരുമൊഴികൾ നല്ലൊരു സന്ദേശമായിരുന്നു എന്ന് അദ്ദേഹം അയച്ച മെസ്സേജ്. അതുപോലെ തന്നെ മറ്റൊരു
റുഷ്ദ പി കാളികാവ്. ആ, ആ. ഇപ്പോൾ കുറച്ച് ദിവസമായി സമയം പറയുന്നുണ്ട് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ പലപ്പോഴും വർക്ക് ചെയ്യുന്ന ആളുകള് ഇപ്പൊ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കാവല്ലോ ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്ന പല ആളുകൾ. അപ്പോ അവർക്ക് അല്ലെ ഇപ്പോൾ സമയം എന്ന് പറയുമ്പോഴാണ് അല്ലാ 6:30 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പണികളൊന്ന് ഫാസ്റ്റ് ആക്കാനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാ. ഏതായാലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാവർക്കും ഉപകരിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കാറുണ്ട്. നോക്കൂ, ഇവിടെ ചില വലിയ മെസ്സേജുകളുണ്ട്. നാസിയ അബ്ദുൽ കരീം എടക്കരയിൽ നിന്ന് വെച്ച മാനസികമായി തളർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ കേൾക്കാൻ ഒരാളുള്ളത് വലിയ ആശ്വാസമാണ്. മാതാപിതാക്കളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും സഹോദരങ്ങളായാലും ആരെങ്കിലും ഒരാൾ വേണം. ഒരു ഫോൺ കോളിന് അപ്പുറമെങ്കിലും ഇത് ഒരുപാട് സമാധാനം കിട്ടും. എല്ലാവർക്കും അള്ളാഹു മാനസിക അടുപ്പം നൽകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ സഹോദരി നിർത്തിയുള്ളത്. ആമീൻ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ തിരുമൊഴികൾ നല്ലൊരു സന്ദേശമായിരുന്നു. അഷ്റഫ് വി പാലക്കാഴി വീണ്ടും അയച്ചിരിക്കുന്നു. വേറെയും ഒരുപാട് കമന്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അലനല്ലൂര് അയച്ചിട്ടുള്ളത് അസ്സലാമു അലൈക്കും. ചിന്ത വളരെ ശരിയാണ്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്നു അങ്ങനെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഓക്കെ ഓക്കെ. അതുപോലെ പിന്നെ സുബൈർ കാരാടൻ ഇന്നത്തെ ചിന്ത മനസ്സിനെ വല്ലാതെ വിലച്ചു കളഞ്ഞു. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.